നമ്മളെല്ലാവരും എലോൺ മസ്കിൻ്റെ സ്പേസ് എക്സും അവരുടെ പല മിഷനുകളെ പറ്റി വാർത്തകളും വീഡിയോസും കണ്ടിട്ടുണ്ട്. ലോഞ്ച് ചെയ്ത റോക്കറ്റ് ബൂസ്റ്ററുകൾ തിരിച്ച് ലോഞ്ച് സെൻറ്ററിൽ ലാൻഡ് ചെയ്യുന്നതും മറ്റ് ഹ്യൂമൻ സ്പേസ് മിഷനുകളെ പറ്റിയും നമ്മൾ കണ്ടു. സ്പേസ് എക്സ് ലോകത്തിൽ അത്ഭുതം സൃഷ്ടിക്കുന്നു. ഇന്ത്യയിലും ഇതുപോലെ ഒരു പ്രൈവറ്റ് സ്പേസ് കമ്പനി നിലവിൽ വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ സ്വന്തം സ്കൈറൂട്ട് എയ്റോസ്പേസ്. ഇന്ന് നമുക്ക് സ്കൈറൂട്ടിനെ പറ്റി നോക്കാം. 2018 ഈ കമ്പനി നിലവിൽ വന്നത്. സ്കൈറൂട്ട് ഒരു എയ്റോസ്പേസ് മാനുഫാക്ചററും കൊമേഴ്സ്യൽ ലോഞ്ച് പ്രൊവൈഡറുമാണ്. ഹൈദരാബാദ്, തെലങ്കാനയിലാണ് സ്കൈറൂട്ട് ബേസ് ചെയ്തിരിക്കുന്നത്. മുൻ ISRO സയൻറ്റിസ്റ്റ് ആയിരുന്ന പവൻകുമാർ ചന്ദനയും നാഗഭരത് ഡാക്കയുമാണ് സ്കൈറൂട്ടിൻ്റെ ഫൗണ്ടേഴ്സ്. വളരെ അംബീഷ്യസായ ഈ സംരംഭത്തിന് അവർ 2018 തുടക്കം കുറിച്ചു. തുടക്ക സമയത്ത് 10 പേർ മാത്രമടങ്ങുന്ന ടീമായിരുന്നു. കൊണ്ടാപ്പൂരിലാണ് ആദ്യം ബേസ് ചെയ്തിരുന്നത്. സബ് ഓർബിറ്റൽ റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ പ്രൈവറ്റ് കമ്പനിയാണ് സ്കൈറൂട്ട്. ഒക്ടോബർ 2020 നാഷണൽ സ്റ്റാർട്ടപ്പ് അവാർഡ്സ് 2020 സ്കൈറൂട്ട് എയ്റോസ്പേസ് നേടി. ഫെബ്രുവരി 2021 ISROയും സ്കൈറൂട്ട് എയ്റോസ്പേസും തമ്മിൽ നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. ഈ എഗ്രിമെൻറ്റ് പ്രകാരം ISRO ഫെസിലിറ്റീസ് അതുപോലെ തന്നെ ടെക്നിക്കൽ എക്സ്പെർട്ടീസും സ്കൈറൂട്ട് എയ്റോസ്പേസിന് ഉപയോഗിക്കാൻ സാധിക്കും. സ്കൈറൂട്ട് എയ്റോസ്പേസ് സബ് ഓർബിറ്റൽ, ലോ എർത്ത് ഓർബിറ്റ്, ഹെവി ലിഫ്റ്റ് ലോഞ്ച് വെഹിക്കിളുകൾ, റീയൂസബിൾ ലോഞ്ച് വെഹിക്കിളുകൾ ഡെവലപ്പ് ചെയ്യുന്നു. പ്രൈവറ്റ്ലി ഡെവലപ്പ് ചെയ്യുന്ന ഈ റോക്കറ്റുകൾക്ക് ISROയുടെ ഫെസിലിറ്റികളിൽ നിന്ന് ലോഞ്ച് ചെയ്യാൻ സാധിക്കും. ഫെബ്രുവരി 8, 2021 സ്കൈറൂട്ട് എയ്റോസ്പേസ് ബെല്ലാട്രിക്സ് എയ്റോസ്പേസുമായി പാർട്ണർഷിപ്പിൽ ഏർപ്പെട്ടു. ബെല്ലാട്രിക്സ് എയ്റോസ്പേസിൻ്റെ ഓർബിറ്റൽ ട്രാൻസ്ഫർ വെഹിക്കിളിൻ്റെ ടെക്നോളജി വിക്രം സീരീസുകളിലുള്ള ലോഞ്ച് വെഹിക്കിളുകളിൽ ഉപയോഗിക്കാനാണ് കരാർ. 20 മെയ് 2021 സ്കൈറൂട്ട് $11 മില്യൺ ഫണ്ട് റേസ് ചെയ്തിരുന്നു. ഇത് അവരുടെ ടെക്നോളജി ഡെവലപ്മെൻറ്റിനും ടീം ഗ്രോത്തിനും ഉപയോഗിക്കാൻ തീരുമാനിച്ചു. ലിങ്ക്ഡിൻ ഇന്ത്യ ടോപ്പ് സ്റ്റാർട്ടപ്പ് ലിസ്റ്റിൽ 7ാം റാങ്കിൽ സ്കൈറൂട്ട് എയ്റോസ്പേസ് എത്തിയിരുന്നു. ഒക്ടോബർ 24, 2023 സ്കൈറൂട്ട് അവരുടെ മാക്സ് ക്യൂ ഫെസിലിറ്റി തുറന്നിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് ഇൻ്റഗ്രേറ്റഡ് റോക്കറ്റ് ഡെവലപ്മെൻറ്റ് ഫെസിലിറ്റിയാണ് മാക്സ് ക്യൂ. 300 പേഴ്സണൽ കപ്പാസിറ്റിയും 60,000 സ്ക്വയർ ഫീറ്റ് ഏരിയയുമുള്ള ഫെസിലിറ്റിയാണ് മാക്സ് ക്യൂ. സ്കൈറൂട്ട് ഇൻ്റഗ്രേറ്റഡ് ഡിസൈൻ, മാനുഫാക്ചറിംഗ്, ടെസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ എന്നിവ ഹൗസ് ചെയ്യുന്നു മാക്സ് ക്യൂ. 24 നവംബർ 2025 ഇൻഫിനിറ്റി ക്യാമ്പസ് ഓപ്പൺ ചെയ്തിരുന്നു. 2 ലക്ഷം സ്ക്വയർ ഫീറ്റ് സ്പാൻ ചെയ്യുന്ന ഈ ഫെസിലിറ്റി ഹൈദരാബാദിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഫെസിലിറ്റിയിൽ ഡിസൈനിങ്, മാനുഫാക്ചറിംഗ്, ഇൻ്റഗ്രേഷൻ അതുപോലെ തന്നെ ലോഞ്ച് വെഹിക്കിളിലുള്ള ടെസ്റ്റുകളും നടത്തുവാൻ സാധിക്കും. ഓരോ മാസവും ഓരോ ഓർബിറ്റൽ റോക്കറ്റ് ഡെവലപ്പ് ചെയ്യാൻ ഈ ഫെസിലിറ്റിയിൽ സാധിക്കും. സ്കൈറൂട്ട് എയ്റോസ്പേസ് അവരുടെ വിക്രം സീരീസിലുള്ള സ്മോൾ ലിഫ്റ്റ് ലോഞ്ചറുകളുടെ ഡെവലപ്മെൻറ്റിലാണ്. സയൻറ്റിസ്റ്റ് ഡോക്ടർ വിക്രം സാരാഭായിയോടുള്ള ആദരവ് സൂചകമായിട്ടാണ് വിക്രം എന്ന് ഈ സീരീസിലുള്ള റോക്കറ്റുകൾക്ക് പേര് നൽകിയിരിക്കുന്നത്. പെട്ടെന്ന് അസംബ്ലി ചെയ്യാനാകുന്ന വിധത്തിലാണ് ഈ റോക്കറ്റുകളുടെ ഡിസൈനിങ്. 18 നവംബർ 2022 സ്കൈറൂട്ട് എയ്റോസ്പേസ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈവറ്റായി നിർമ്മിച്ച സബ് ഓർബിറ്റൽ റോക്കറ്റ് ലോഞ്ച് ചെയ്തിരുന്നു. സബ് ഓർബിറ്റൽ ലോഞ്ച് വെഹിക്കിളായ വിക്രം എസ്, ചെറിയ പേലോഡുകളെ ലോ എർത്ത് ഓർബിറ്റുകളിൽ എത്തിക്കാനാകുന്ന വിക്രം 1, 900 കിലോഗ്രാമുകളെ ലോ എർത്ത് ഓർബിറ്റിൽ എത്തിക്കാനാകുന്ന വിക്രം 2 എന്നീ റോക്കറ്റുകളും ഡെവലപ്മെൻറ്റ് ഫേസുകളിലാണ്. സ്കൈറൂട്ട് എയ്റോസ്പേസ് അവരുടെ റോക്കറ്റ് എഞ്ചിനുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഹൈപ്പർഗോളിക് ഫ്യൂവൽ അപ്പർ സ്റ്റേജ് എഞ്ചിനായ രാമൻ 1, 22 ഡിസംബർ 2020 സോളിഡ് ഫ്യൂവൽ റോക്കറ്റ് എഞ്ചിനായ കലാം 5 ടെസ്റ്റ് ചെയ്തിരുന്നു. 19 മെയ് 2022 100 കിലോന്യൂട്ടൺ ത്രസ്റ്റ് തരുന്ന കലാം 100 ടെസ്റ്റിംഗ് നടത്തിയിരുന്നു. ഈ എഞ്ചിൻ വിക്രം 1 റോക്കറ്റിൻ്റെ എഞ്ചിനാണ്. 25 സെപ്റ്റംബർ 2020 അപ്പർ സ്റ്റേജ് ക്രയോജനിക് എഞ്ചിനായ ധവാൻ 1 പുറത്തിറക്കിയിരുന്നു. ഹെവി ലിഫ്റ്റ് സിസ്റ്റംസ് ആയ വിക്രം 2വിനെ പവർ ചെയ്യാനാണ് ധവാൻ 1. ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ഫ്യൂവലായി ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യ ക്രയോജനിക് എഞ്ചിനാണ് ധവാൻ 1. മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ 3D പ്രിൻ്റഡ് ആണ് ധവാൻ 1. റീജനറേറ്റീവ് കൂളിംഗ് കോൺഫിഗറേഷനുള്ള ഡിസൈനാണ് ധവാൻ 1 നൽകിയിരിക്കുന്നത്. 25 നവംബർ 2021 സ്കൈറൂട്ട് ഈ എഞ്ചിൻ ടെസ്റ്റ് ചെയ്തിരുന്നു. സോളാർ ഇൻഡസ്ട്രിയാണ് വിക്രം 2 ടെസ്റ്റ് ഫെസിലിറ്റികൾ നൽകിയത്. മറ്റൊരു നാഴികക്കല്ലായിരുന്നു 25 ജൂൺ 2025 സ്കൈറൂട്ട് എയ്റോസ്പേസ് ശുഭാൻശു ശുക്ല സ്പേസ് യാത്ര നടത്തിയ ആക്സിയം സ്പേസായി ധാരണാപത്രം ഒപ്പുവെച്ചത്. ലോ എർത്ത് ഓർബിറ്റിൽ ആക്സസിബിലിറ്റി കൂട്ടാനാണ് ധാരണ. ആക്സിയം സ്റ്റേഷനുകളിലേക്കുള്ള ലോഞ്ചുകളും ഓർബിറ്റൽ ലോഞ്ചുകളും ഭാവിയിൽ നടത്തുവാനാകും. ആക്സിയം സ്പേസിൻ്റെ കൊമേഴ്സ്യൽ സ്പേസ് സ്റ്റേഷൻ ഇപ്പോൾ നിർമ്മാണത്തിലാണ്. കൂടാതെ വിക്രം 1 ലോ എർത്ത് ഓർബിറ്റൽ ലോഞ്ച് കേപ്പബിലിറ്റികളും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ
ഒരു പുതിയ ലോജിസ്റ്റിക്സ് കോറിഡോർ തുറക്കപ്പെടും. 2026 ലോ എർത്ത് ഓർബിറ്റൽ ലോഞ്ച് വെഹിക്കിൾ ആയ വിക്രം 1ൻ്റെ ലോഞ്ച് പ്രതീക്ഷിക്കാം. ഈ ലോഞ്ചുകളുടെ ഫ്രീക്വൻസീസ് കൂട്ടാനും സ്കൈറൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, സ്കൈറൂട്ട് എയ്റോസ്പേസിനെ പറ്റിയുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം.